കുടിവെള്ള പദ്ധതിക്കായി കീരിയ റോഡ് നന്നാക്കാത്തത് കാരണം ദുരിതത്തിലായി ജനങ്ങൾ. താനൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള അമൃത കുടിവെള്ള പദ്ധതിക്കായി കീരിയ, പാണ്ടിമുറ്റം, ഒയൂർ, വെള്ളിയാമ്പുറം റോഡുകളാണ് മാസങ്ങൾ ആയിട്ടും പൂർവ്വസ്ഥിതിയിലാകാതെ ഇട്ടിരിക്കുന്നത്. റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ദിവസവും ഒയൂർ മുതൽ പാണ്ടിമുറ്റം വരെ 3ഓളം വാഹനാപകടങ്ങളും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി കുഴിച്ച കുഴിയിൽ വീണ് വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും നിരന്തര ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്യുന്നു. മഴ പെയ്തതിനു ശേഷം വെള്ളിയാമ്പുറം ടു പാണ്ടിമുറ്റം വരെ മെയിൻ റോഡിലെ ഇതുപോലെയാണ് എല്ലാ വാഹനങ്ങളും ഒരു ദിവസം 2-3 ആക്സിഡന്റുകൾ നടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പരപ്പനങ്ങാടി ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കുക എന്ന് പറയാനല്ലാതെ ഇതിന് യാതൊരു തീരുമാനമായിട്ടില്ല. ഒരു ദിവസം 3ലേറെ ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായിന്റെ ആളുകൾ അവർക്ക് എന്താ പറയാണ്ട്, കാരണം പറഞ്ഞാൽ അവിടെയൊക്കെ നിരന്തരം ആക്സിഡന്റ് എടുക്കണം പാണ്ടിമറ്റും അങ്ങാടികളിൽ. അതുപോലെ തന്നെ ഇന്നത്തെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് വരെ ഇതാണ് ഇതിന്റെ അവസ്ഥ. കുട്ടികളായിട്ട് വരുമ്പോൾ ഇതിന് വലിയ അപകടം ഒഴിവായതാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ വർക്ക് പൂർത്തീകരിക്കുക. വാഹന ഗതാഗത സൗകര്യമില്ല. ഇന്നലെ രാത്രിക്ക് വളരെയധികം വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതന്നെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ സ്കൂൾ തുറക്കണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് കാരണം എന്താ വെച്ചാൽ സ്കൂൾ വണ്ടികളും സ്കൂൾ ബസ്സുകളും കാരണമൊക്കെ പോകാനുള്ളതാണ്. പിന്നെ അവിടുത്തെ പാണ്ടിയിട്ട് അങ്ങാടിയിലുള്ള ആ ഗട്ടർ അത് ഭയങ്കര ഗർത്തായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ മഴ പെയ്തിട്ട് ബൈക്ക് ആക്സിഡന്റ്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വല്യമ്മ അവിടെ വീണിട്ടുള്ളൂ. ബൈക്കിന്റെ ബാക്കിൽ നിന്ന് ആ ഗട്ടറിൽ ചാടിയിട്ട് ബാക്കിക്ക് മറിഞ്ഞു വീണ്. അതേപോലെ ഇന്നലെ രാത്രി ഒരു കാർ സ്പീഡ് വന്നിട്ട് ഗട്ടറിന് ഒരൊറ്റ ചാട്ടോ ചാടി. എന്തായാലും ആ വണ്ടിക്ക് ഡാമേജ് ആയിട്ടുണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനത്തെ ഓരോ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒയൂർ റോഡ് മൊത്തം ചെയ്തിട്ടുണ്ട്. മണ്ണിട്ടിട്ട് റോഡ് അടിയിക്ക് ഗർത്തായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ആവാന്നുള്ള ഇതൊരു മുന്നറിയിപ്പാണ് ഈ കാണുന്നത്. എന്തായാലും ഇതിനൊരു പെട്ടെന്നൊരു നടപടി എടുക്കാതെ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല. താനാളൂർ പഞ്ചായത്തിൽ നിന്നും നന്നമ്പ്ര വഴിയാണ് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനത്തിലാണ് പ്രവർത്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും മഴ തുടങ്ങുന്നതിനു മുമ്പായി പണികൾ തീർത്തു തരാമെന്ന് ഉറപ്പു നൽകിയിരുന്നതാണെന്നും നന്നമ്പ്ര പഞ്ചായത്ത് മെമ്പർ ജാഫർ പണയത്തിൽ പറഞ്ഞു. ഇരുചക്ര വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽ പെടുകയും പൈപ്പ് ലൈനിനായി കീറിയ ഗട്ടറിലേക്ക് വാഹനങ്ങളുടെ ടയറുകൾ ചളിയിൽ താഴുകയാണ്. ഇവിടെ 50ലധികം വാഹനാപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നും സ്കൂളുകൾ തുറന്നതോടെ കൂടുതൽ ഗതാഗതക്കുരുക്കിനും വാഹനാപകടങ്ങൾക്കും കാരണമാവുമെന്നും വാർഡ് മെമ്പർ ജാഫർ പണയത്തിൽ പറഞ്ഞു.